ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. തേങ്ങയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ വേണ്ടത് ഒന്നുകിൽ ചെറിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് പ്രത്യേക ഒരു ടേസ്റ്റും പ്രത്യേക ഒരു മണമൊക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ഇതേ ജാറിൽ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. നേരത്തെ അരച്ച് ഒഴിച്ചു വെച്ച ആ ഒരു മാവിലേക്ക് തന്നെ ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും ഇതിൻ്റെ പരുവം കറക്റ്റായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ കലക്കി ചൂടുന്ന അതേപോലെ തന്നെയാണ് ഇത്. കുറച്ചുകൂടെ നല്ല മണവും നല്ല പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും ഒക്കെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഹോളായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ അത് നല്ല നൈസായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഹോളായിട്ട് വരുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കറികളില്ലാതെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.